ഒന്നും മിണ്ടുമ്പോഴത്തേന് ഇത്രയും പൈസ വാരിക്കോരി കൊടുക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ ആരെങ്കിലും കൊടുക്കൂലല്ലോ. അപ്പൊ അതൊരു ഇഷ്ടം കൊണ്ടായിരിക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. ഇതൊക്കെ തെളിഞ്ഞു വരണം. തെളിഞ്ഞു വരാതെ എന്നെ പോലെ ഒരാൾ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണെങ്കിലും ആ ഭാഗത്താണെങ്കിലും ന്യായം ആരുടെ ഭാഗത്താണെങ്കിലും അത് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കണം. അങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇനി അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ന്യായം ഞാൻ പറയാം, തീർച്ചയായിട്ടും തെറ്റാ. ആരുടെ ഭാഗത്താണ് തെറ്റ്? ഈ പറയുന്ന പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഞാൻ കൂടെ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ അത് സത്യമാണെന്ന് തെളിയുകയോ, അതിനാണ് ഞാൻ പറഞ്ഞ പോലീസ് നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്. തെളിഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കപ്പെട്ടു തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളെ ഇങ്ങനെയും പറഞ്ഞു അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒരു ഇതായി കഴിഞ്ഞ് വലിച്ചെറിയാന്ന് പറയുന്നത് തെറ്റാ അല്ലേ? അതെ. ഇതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഇപ്പോ സിനിമാ സെറ്റിൽ ഒരു പീഡന ശ്രമമോ അല്ലെങ്കിൽ പീഡനം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വിഷയവും ആ വിഷയവും ഏറെക്കുറെ സാമ്യതയുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവിടെ മാത്രം എങ്ങനെയാണ് ഈ സ്പോട്ടിൽ പ്രതികരിക്കണം? ഇത് രണ്ടും രണ്ടാണ്. അല്ല, അതെ, എന്റെ മനസ്സിൽ എന്റെ നിലപാട് വെച്ച് എങ്ങനെയാണ്? ഞാൻ പറയാം രണ്ടും രണ്ടാണെന്നുള്ളത്. ഇത് ഒരാൾ എന്താണ് ഇത്രയും നാള് കൊണ്ട് അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ആ സംസാരത്തിൽ കൂടെയുള്ള അറിവാണേ, ഞാനിത് കണ്ടതുപോലെ കേട്ടതുമല്ല.